അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഈ ഒരു ഐറ്റം കഴിക്കാത്തവരായിട്ട് കുറേ പേരുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ ഒടുക്കത്തെ ഭംഗിയായിരുന്നു കേട്ടോ. നല്ല പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ ജ്യൂസി ആയിരിക്കുന്ന ഒരു ടെക്സ്ചർ ആയിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് കൊതിയാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ച് പീസാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിച്ച് എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം അച്ഛന് കൊടുത്തു. അപ്പോൾ അച്ഛനങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ സാരംഗേട്ടന് കൊടുത്തു. സാരംഗേട്ടനും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാനത് വല്യമ്മയ്ക്ക് കൊടുത്തു. വല്യമ്മയ്ക്ക് കൊടുത്തപ്പോൾ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചിക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ല. ചേച്ചി ഒരു പീസ് അങ്ങോട്ട് കഴിച്ചുള്ളൂ. ചേച്ചിക്കും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം അമ്മയ്ക്ക് കൊടുത്തേ. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊന്നും പറയാനില്ല. പക്ഷേ മധുരമില്ല എന്ന് പറഞ്ഞു. എന്നാലും അമ്മ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഒരുപാട് പുളിയില്ല, ഒരുപാട് മധുരവുമില്ല. ഓക്കെയാണ്. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന മിഠായിയുടെ പോലെ നാക്കൊക്കെ ഇങ്ങനെ ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.